സ്വാമിജി നമസ്കാരം. നമസ്തേ. നമസ്തേ. ഈ സമാധി എന്ന് പറയുന്ന വാചകം ഒരു വല്ലാത്തൊരു പരിഹസിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പം അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി ആണോ, അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണോ? ഇനി ഇതൊന്നുമല്ല, ഈ പ്രോസസ്സിൽ ഒരാൾക്ക് പോയി തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ, അതോ എന്നേക്കുമായി സ്വയം നഷ്ടപ്പെടുന്ന, ശരീരം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണോ? എന്തിനാണ് ഈ സമാധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമാധി ശബ്ദം പല തലങ്ങളിലുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ സമാധി ശബ്ദത്തെ മനസ്സിലാക്കുമ്പോൾ അങ്ങുമിങ്ങും ഛിന്ന ഭിന്നമാകാതെ, പലതിലേക്ക് പരക്കം പായാതെ, ഏകതത്വത്തിൽ നമ്മുടെ അന്തഃകരണം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഉറച്ചു നിൽക്കുന്ന, കാറ്റില്ലാത്തിടത്തെ ദീപം പോലെ ഏകധാരയായി ഒരു ധ്യേയത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് സമാധി. ഈ സമാധി മരണമല്ല, ഈ സമാധി മരണത്തിലുമല്ല, മറിച്ച് ഈ സമാധി ജീവിതത്തിലാണ്. ഈയൊരു ഏകാഗ്രതമമായ, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല പദം പറഞ്ഞാൽ നിരുദ്ധമായ, കാറ്റില്ലാത്തിടത്ത ദീപം പോലെ നിരുദ്ധമായ അന്ധകരണത്തിൻ്റെ സ്ഥിതി, അതിലേക്ക് ഉയർന്ന വിദ്വാൻമാരാണ്, വിജ്ഞാനികളാണ് നമുക്ക് സകല ശാസ്ത്രങ്ങളും തന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഗുരുനാഥന്മാരാണ് നമ്മുടെ ശാസ്ത്രത്തെ പോലും പ്രമാണമാക്കി മാറ്റിയിട്ടുള്ളത്. അവരാരും മരിച്ചവരല്ല. അവരെല്ലാം ജീവിച്ചിരിക്കെ, ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചിരിക്കെ ഈ സമാഹിത സ്ഥിതിയെ അനുഭവിച്ച് പരമമായ തത്വവിജ്ഞാനത്തിൻ്റെ ആ ആനന്ദത്തിൽ സ്വയം കഴിഞ്ഞവരാണ്. അപ്പോൾ സമാധി മരണമല്ല, മരണവുമായി ബന്ധപ്പെട്ടതുമല്ല, അത് ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഉണർവാണ്, തിരിച്ചറിവാണ്. ഇനി സമാധി ശബ്ദം ശാസ്ത്രത്തിൽ ചില സന്ദർഭങ്ങളിൽ ആത്മാ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിവ പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകാതെ ഏകതത്വത്തിൽ കാറ്റില്ലാത്തിടത്ത ദീപം പോലെ നിലകൊള്ളുന്ന സ്ഥിതിയാണ്, നിരുദ്ധ സ്ഥിതിയാണ് പറഞ്ഞത്. ചില സന്ദർഭങ്ങളിൽ സമാധി ശബ്ദത്തിന് ആത്മാ എന്നുള്ള അർത്ഥമുണ്ട്. അതായത് നമ്മുടെ ചിത്തവൃത്തികളെല്ലാം എന്തിലാണോ സമീകരിക്കപ്പെടുന്നത് അത് അധിഷ്ഠാനപരമായ ഉണ്മ, ആത്മ എന്നർത്ഥം. ശ്രവണ, മനന, നിധിധ്യാസങ്ങളിലൂടെ, അഥവാ യമ, നിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനങ്ങളിലൂടെ, അല്ലെങ്കിൽ അതിസൂക്ഷ്മങ്ങളായ മന്ത്രോപാസനകളിലൂടെ, അതിസൂക്ഷ്മമായ ഉപാസനാ ക്രമങ്ങളിലൂടെ. അവിടെ ഉപാസനാക്രമം എന്ന് പറയുമ്പോൾ ഗുരുപദേശത്തിനനുസരിച്ച് വിഭിന്നങ്ങളായവ ഉള്ളത് കൊണ്ടാണ്, എത്തിച്ചേരുന്നതാണ്. ഈയൊരു സമാഹിതമായ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് യോഗികൾ, അവർ ബ്രഹ്മചാരിയാവാം, ഗൃഹസ്ഥനാവാം, വാനപ്രസ്ഥനാവാം, സന്യാസിയാവാം. അങ്ങനെയുള്ള യോഗികൾ ഈയൊരു സമാഹിതമായ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്ന സ്ഥിതിയും വന്നു. ക്രമേണ യോഗികളുടെ മരണത്തെ സമാധിയെന്ന് വ്യവഹരിക്കാൻ തുടങ്ങി. അപ്പോൾ യോഗികൾ, ഉച്ചകോടിയിൽപ്പെട്ട യോഗികൾ ഈ സമാഹിത സ്ഥിതിയിൽ ശരീരത്തെ ഉപേക്ഷിക്കുന്നു, അതായത് മരിക്കുന്നു, മരണത്തെ വരിക്കുന്നു. അങ്ങനെ വ്യവഹാരത്തിൽ പറഞ്ഞ് ഏത് യോഗി മരിച്ചാലും സമാധിയായി എന്ന് പറയുന്ന അവസ്ഥ വന്നു. ഇത് ക്രമേണ, കാലക്രമേണ വന്ന് സന്യാസിമാർ മരിച്ചാലും സമാധിയായി എന്ന് പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഭാഷാപ്രയോഗം വന്നു. അത് ബഹുമാനം കൊണ്ടാവാം, അഥവാ അദ്ദേഹം സമാഹിതനായിരുന്നു എന്ന സങ്കല്പത്തിൽ നിന്നാവാം. അതൊരു പദപ്രയോഗമാണ്. രാജാവ് നാട് നീങ്ങി, അല്ലെങ്കിൽ തിരുമേനി കാലം ചെയ്തു, ആന ചെരിഞ്ഞു, എലി ചത്തു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഉപചാരം. സമാധിയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കുക. വേദാന്തത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വിജ്ഞാനി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം, എങ്ങനെ പോകുന്നു എന്നുള്ളതല്ല. നിരോഗ
ഉപവിഷ്ടോവ, യാതൊരു രോഗവുമില്ലാതെ അരോഗദൃഢഗാത്രനായി ഇരുന്ന് തൻ്റെ സ്വേച്ഛയ ശരീരം ഉപേക്ഷിച്ചാലും, രുഗ്ണോവ, ദേഹം രോഗഗ്രസ്തമായിട്ടായാലും, വിലുഢൻ ഭുവി, ഭൂമിയിൽ ഉരുണ്ടുകൊണ്ടാണെങ്കിലും വിജ്ഞാനിയുടെ വിജ്ഞാനത്തിന് ഏറ്റക്കുറച്ചിലില്ല. മുക്തൻ മുക്തൻ തന്നെയാണ്. ഇതാണ് വേദാന്തത്തിൻ്റെ പരമമായ ദൃഷ്ടി. പക്ഷേ അതേസമയത്ത് ആ ദൃഷ്ടി വെച്ചിട്ട് നമ്മൾ ഇതര ശാസ്ത്രങ്ങളെയോ ഇതര സമ്പ്രദായങ്ങളെയോ യോഗചര്യകളെയോ അളക്കാനോ നിന്ദിക്കാനോ പാടില്ല. കാരണം ഒരു ശാസ്ത്ര ശുദ്ധമായ അല്ലെങ്കിൽ ശാസ്ത്രസിദ്ധമായ മാർഗത്തിൽ പോകുന്ന ഒരാൾ ഇതരങ്ങളായ മാർഗങ്ങളെയോ സമ്പ്രദായങ്ങളെയോ ഒരിക്കലും നിന്ദിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ യോഗസാധനാ മാർഗങ്ങളിൽ അതുപോലെ സിദ്ധ സമ്പ്രദായങ്ങളിൽ ഒക്കെ സ്വയമേവ ശരീരത്തെ, സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുന്ന ചര്യയുണ്ട്. ആവർത്തിക്കട്ടെ, വേദാന്ത ദൃഷ്ടിയിൽ അതിന് പ്രാധാന്യമില്ല. എന്നാൽ യോഗദൃഷ്ടിയിൽ, ഈ സിദ്ധ സമ്പ്രദായത്തിൻ്റെ ദൃഷ്ടിയിൽ അതിന് പ്രാധാന്യമുണ്ട്. അത് ഉച്ചകോടിപ്പെട്ട യോഗികൾക്കേ സാധിക്കൂ. ഇതെന്താണ് സമാധി എന്ന് പോലും അറിയാതെ പരിഹസിക്കുന്നവർ, അതിനെ അവമതിച്ച് പറയുന്നവരൊക്കെ ഉണ്ട്. അത് പിന്നെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം മൂഢജൽപ്പനങ്ങൾക്കാരും മറുപടി പറയാറില്ല. വഴിയോരത്തൊരു ഭ്രാന്തൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നമ്മളാരും അതിന് മറുപടി പറയാറില്ല. അതിനെ അവഗണിക്കുക ചെയ്യേണ്ടത്. അതിന് മറുപടി പറഞ്ഞ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, അത് അത്യുച്ചകോടിയിൽപ്പെട്ട ഒരു യോഗിയുടെ സ്ഥിതിയാണ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നമ്മുടെ ശരീരത്തിൽ ആസകലം വ്യാപിച്ചിരിക്കുന്ന പ്രാണവൃത്തിയുണ്ട്. പ്രാണൻ തന്നെയാണ് പ്രാണാപാന സമാന ഉദാന വ്യാന ഭേദങ്ങളിലിരിക്കുന്നത്. വ്യാനൻ നമ്മുടെ ശരീരത്തിൽ ആസകലം 72,72,10,201 നാഡികളിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അടിവയറിൽ, നാഭീദേശം താഴോട്ട്, അടിവയറിന് താഴോട്ടാണ് അപാനൻ്റെ സ്ഥാനം. കണ്ഠത്തിനുപരിയാണ് പ്രാണൻ്റെ സ്ഥാനം. രണ്ടിനും മധ്യയാണ് സമാനൻ്റെ സ്ഥാനം. സുഷുമ്നയിലാണ് ഉദാനൻ്റെ സ്ഥാനം. ഇനി ഇവർക്ക് ഉപപ്രാണങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ അതിസൂക്ഷ്മങ്ങളായ സാധന ചര്യകളിലൂടെ ഈ സകല പ്രാണങ്ങളെയും ഒന്നായി സമീകരിച്ച്, ഏകീകരിച്ച്, ഒന്നുകൂടി നല്ല ഭാഷ പറഞ്ഞാൽ സമാഹിതമാക്കി ഉദാനനിൽ മാത്രം എത്തിക്കുന്നു. ഈ ഉദാനനെ വിശിഷ്ടമായ പ്രാണായാമ ക്രിയകളിലൂടെ ഓരോ ഗ്രന്ഥികളെ ഭേദിച്ച്, ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി, അങ്ങനെയുള്ള ഗ്രന്ഥികളുണ്ട്. അങ്ങനെ വിഭേദനം ചെയ്ത് മൂർധാവിൽ ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തോട്ട് വിട്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്ന, അത് ശരിക്കൊരു ശിവശക്തി സമാഗമം എന്ന് പറയാവുന്ന അവസ്ഥാവിശേഷമാണ്. അതിലേക്ക് എത്തിച്ച് ശരീരത്തെ ഉപേക്ഷിക്കുന്ന ചര്യയുണ്ട്. അവിടെ അത് സ്വേച്ഛയാ യോഗി ചെയ്യുകയാണ്. അതിനെയൊക്കെ പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം, അതിന് വിരോധമില്ല. പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു യോഗി അങ്ങനെ ശരീരം ഉപേക്ഷിക്കുകയാണ്. ചിലപ്പോൾ അയാൾ തൻ്റെ ഉത്തമ ശിഷ്യനോട് ആ ആശയം പറയാതിരിക്കാം. വനത്തിലോ ഗിരിഗുഹയിലോ നദീപുളിനത്തിലോ ഏകാന്ത ദേശത്തിൽ എവിടെയോ പോയിട്ട് യോഗിക്ക് അത്തരം ശരീരം സ്വീകരിക്കാം. അഥവാ അല്ല, സമാജത്തിൽ തന്നെയാണെങ്കിൽ തൻ്റെ ഉത്തമ ശിഷ്യനോട് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും വേദാന്തിയുടെ ദൃഷ്ടിയിൽ ഇത് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. കാരണം എങ്ങനെയാണ് അയാൾ ഈ ആത്മനിഷ്ഠയിൽ കഴിയുന്നത് എന്നുള്ളതാണ് മുഖ്യം. ഇനി യോഗശാസ്ത്രത്തിൽ സമാധി തന്നെ പല തലങ്ങളിലുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. സർവ്വവികല്പങ്ങൾക്കും അപ്പുറത്ത്, സർവ സംശയങ്ങൾക്കും അപ്പുറത്ത് ഈ സംസാരത്തിൻ്റെ ബീജം പൂർണ്ണമായി ഇല്ലാതാക്കപ്പെട്ട നിർവികൽപ്പമായിരിക്കുന്ന അവസ്ഥയാണ് പരമമായ സമാധി എന്നും അറിയുക.